തിരുവനന്തപുരത്ത് ഷൈജു അബ്ബാസിന്റെയും മകൻ അൻസിൽ മുഹമ്മദിന്റെയും ഗുണ്ടാവിളയാട്ടം. തിരുവനന്തപുരത്ത് മറ്റൊരു തട്ടിപ്പിനിരയായ വട്ടിയൂർക്കാവ് സ്വദേശിയായ ഗിരീഷിനെയും ഭാര്യയെയും ഷൈജു അബ്ബാസ് ഏർപ്പാടാക്കിയ ഗുണ്ടകളും മകൻ അൻസിൽ മുഹമ്മദും ചേർന്ന് മർദ്ദിക്കുന്ന രംഗം. ഞാൻ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്നിട്ട് ഞാൻ സംസാരിക്കാം. താങ്കൾ പുറത്തിറങ്ങി ഇറങ്ങാൻ പോലീസ് താങ്കൾ പുറത്തിറങ്ങി വേഗം ഇറങ്ങി. നീ എന്റെ ദേഹത്ത് ആവശ്യമില്ല മോനെ. നീ വിചാരിക്കുന്ന പോലെ അല്ല. ഇറങ്ങി ഇറങ്ങി ആരാരെടുത്ത ചൂടായിരുന്നേ എന്റെ ഞാൻ നോക്കി നടത്തുന്ന സ്ഥലത്ത് കാര്യം ഒറ്റ ഉണ്ടാക്കണോ? കാര്യം എന്തെങ്കിലും പോലീസായിട്ട് പോയി പറഞ്ഞു എന്റെ ഒറ്റ ഉണ്ടാക്കാൻ തരുന്നു. സാർ ഇവിടെ എക്സ് റോഡിലുള്ള പ്രോപ്പർട്ടി എനിക്ക് എന്റെ പേരിൽ എഗ്രിമെന്റ് എഴുതിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതിന്റെ അകത്ത് ഇയാള് സാർ ഒന്ന് പ്ലീസ് ഏതാ എന്റെ പ്രോപ്പർട്ടിയില് റെന്റൽ അഗ്രിമെന്റ് ഇത്രയും കണ്ട പോലെ അല്ലേ എന്താ വിചാരിച്ചേ? എന്റെ ഭീഷണി കിട്ടിയാനും പോകുന്നു. എന്റെ ഭീഷണി കിട്ടി ഞാൻ പോകുന്നു വിചാരിച്ചു. ഞാൻ അതിന് നടക്കാക്കി തന്നെയാ വന്നത്. വാ ഞാൻ എങ്ങനെയാ വാ. നീ ആരെയും കൂട്ടിക്കൊണ്ടിട്ട് അതെല്ലാം കൂട്ടിക്കോ. എന്നിട്ട് ബാക്കിയുള്ള കാര്യം ഇതിനെ തുടർന്ന് ഗിരീഷും ഗിരീഷിന്റെ ഭാര്യയും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പലർക്കും വിൽക്കാമെന്നും വാടകയ്ക്ക് നൽകാമെന്നും ഹോസ്റ്റൽ റൂമുകൾ നൽകാമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് കൈപ്പറ്റിയതിനു ശേഷം ഇവർക്ക് ഈ പറയുന്ന റൂമുകളോ വസ്തുവോ കെട്ടിടമോ നൽകാതെ അവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പറ്റിച്ചു. പണം തിരികെ ചോദിക്കുമ്പോൾ പണം തിരികെ നൽകാതെ വടകരയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഗുണ്ടകളെ തിരുവനന്തപുരത്തിറക്കി ഇവരെ ഭീഷണിപ്പെടുത്തി ദേഹോപദ്രവം ചെയ്തു വരുന്നത് ഷൈജു അബ്ബാസിന്റെയും മകൻ അൻസിൽ മുഹമ്മദിന്റെയും പതിവാണ്. പിന്നെ
നിങ്ങൾ മഹാരാജ് വെഞ്ചേഴ്സിൻ്റെ പാർട്ട്ണർ അല്ലേ? വൺ ഓഫ് ദ ഡയറക്ടർ അല്ലേ? അല്ലേ? നിങ്ങൾ മഹാരാജ വെഞ്ചേഴ്സിൻ്റെ ഡയറക്ടറാണ്, വൺ ഓഫ് ദ ഡയറക്ടറാണ്. തിരുവനന്തപുരം കേശവദാസപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഹീര കിന്നാര ക്ലാസിക് എന്ന അപ്പാർട്ട്മെന്റിൽ 2A1 താമസിച്ചു വരുന്ന ഷൈജു അബ്ബാസ് പ്രതിയായി കേരളത്തിലുടനീളം സിവിലും ക്രിമിനലുമായി 40ഓളം കേസുകൾ നിലവിലുണ്ട്. തമ്പുരാൻ പ്രൊഡ്യൂസർ ആൻഡ് കമ്പനി, മഹാരാജൻ വെഞ്ചേഴ്സ് ആൻഡ് കമ്പനി എന്നീ 2 തട്ടിക്കൂട്ട് കമ്പനികൾ ഉണ്ടാക്കുകയും അതിൽ ഭാര്യ ഷീര ഷൈജു, മക്കൾ അൻസൽ മുഹമ്മദ്, അഫ്സൽ, അളിയൻ ബിജു, അമ്മാവൻ വരദരാജൻ, പിതാവ് അബ്ബാസ് കുഞ്ഞ്, മാതാവ് ആബിദ ബീവി, മറ്റ് കുടുംബാംഗങ്ങൾ തുടങ്ങി 10ഓളം പേരെ കമ്പനി ഡയറക്ടർ ബോർഡിൽ മെമ്പറാക്കി കേരളത്തിലാകമാനം ചീറ്റിംഗ് നടത്തി കോടികൾ തട്ടിയെടുക്കുക എന്നതാണ് ഷൈജു അബ്ബാസിന്റെ പ്രധാന തട്ടിപ്പുകൾ. ഷൈജു അബ്ബാസിൽ നിന്നും ഭീമമായ തുക ഫീസായി കൈപ്പറ്റിക്കൊണ്ട് എറണാകുളം ഹൈക്കോർട്ടിലെ മുൻ ഗവൺമെന്റിന്റെ ഒരു ഉയർന്ന അഭിഭാഷകനും അദ്ദേഹത്തിന്റെ സഹോദരനും മറ്റൊരു അഭിഭാഷകനും ചേർന്ന് തട്ടിപ്പിനിരയായവർക്ക് യഥാസമയം നീതി ലഭിക്കാതെ കേസുകൾ നീട്ടിക്കൊണ്ടുപോവുകയാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗാന്ധാരിയമ്മൻ കോവിൽ റോഡിലുള്ള ഇവ അവന്യൂ ബിൽഡിംഗിൽ ഹോസ്റ്റൽ റൂം നൽകാമെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റുകയും എന്നിട്ട് റൂം നൽകാത്തതുമായ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഈ കേസുകൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമ്പോൾ ഷൈജു അബ്ബാസ് പോലീസുകാരെ സ്വാധീനിച്ച് കേസുകൾ തേച്ചുമാച്ചുവിടലാണ് പതിവ്. ഷൈജുവിന് പോലീസുമായുള്ള ബന്ധത്തിൽ ഈ കേസുകൾക്കൊന്നും തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. തിരുവനന്തപുരം ശ്രീകാര്യത്തിനടുത്ത് ഷൈജു അബ്ബാസ് പണി കഴിപ്പിച്ചു വരുന്ന കെട്ടിടത്തിൽ കൂലിത്തർക്കം സംബന്ധിച്ച് ഒരു ബംഗാളി തൊഴിലാളിയുമായി ഷൈജു അബ്ബാസ് വഴക്കിടുകയും പിറ്റേ ദിവസം ബംഗാളി തൊഴിലാളി കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണുമരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ഈ ബംഗാളി തൊഴിലാളിയുടെ ദുരൂഹമരണം വിരൽ ചൂണ്ടുന്നത് ഷൈജു അബ്ബാസിലേക്കാണ്. ഷൈജു അബ്ബാസ് UAE-യിൽ ഒരു കമ്പനി നടത്തിപ്പിന്റെ മറവിൽ 500 കോടി രൂപയോളം തട്ടിപ്പ് നടത്തി മുങ്ങിയിട്ടുള്ളതും ഈ സംഭവം കാരണം 2 സുഡാനികൾ 20 വർഷക്കാലം ശിക്ഷിക്കപ്പെട്ട് UAE ജയിലിൽ കഴിഞ്ഞുവരികയുമാണ്. ഷൈജു അബ്ബാസ് UAE ഗവൺമെന്റിന്റെ ബ്ലാക്ക് ലിസ്റ്റിലുമാണ്. മറ്റൊരു പ്രവാസി കുടുംബത്തിലെ അഞ്ജു അഷ്റഫിൽ നിന്നും തിരുവനന്തപുരം ഗാന്ധാരിയമ്മൻ കോവിൽ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇവ അവന്യൂവിൽ ഒരു പോർഷൻ വാടകയ്ക്ക് നൽകാം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അഞ്ജു അഷ്റഫ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളതുമാണ്. എന്നാൽ പരാതിയുടെ മൊഴിയെടുക്കാൻ എന്ന വ്യാജേനെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അഞ്ജു അഷ്റഫിനെ പലതവണ വിളിച്ചു വരുത്തി. വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെ പിടിച്ചിരുത്തി. എന്നിട്ടും മൊഴിയെടുക്കുകയോ FIR രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുപോലെ വൈഫിൻ്റെ മൊഴിയെടുത്തിട്ട് FIR ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ FIR ഇട്ടില്ല. അങ്ങനെ രാത്രി 8:30 മണി വരെ ആയപ്പോഴാണ് നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആ സമയത്ത് വീട്ടിലെത്തിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നു. ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും കൂടി അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. മൊഴിയിൽ എന്തൊക്കെയോ കുറച്ച് മാറ്റം വരുത്താണ്ടോ എന്തോ ആഡ് ചെയ്യാനുണ്ടെന്നോ എന്തോ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് വിളിച്ചത് ഏകദേശം 8:45 9 മണി ആ സമയത്താണ് വിളിച്ചത് രാത്രി. അങ്ങനെ വീണ്ടും നമ്മളങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്കിതിൽ കോംപ്രമൈസ് ആയാൽ മതിയോ, നിങ്ങൾക്കിപ്പോൾ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് നിർബന്ധമുണ്ടോ? കാരണം ഷൈജുവിൻ്റെ അളിയൻ വിളിച്ചായിരുന്നു, അളിയനോ ജ്യേഷ്ഠൻ ആരോ വിളിച്ചായിരുന്നു, അളിയനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാറ് അവരുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഏത് സാറാണെന്ന് അറിയില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞാണ് സാർ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് കേസുമായിട്ട് പോകാൻ താല്പര്യമില്ല, കേസുമായിട്ട് പോകാൻ അവർക്ക് പേടിയാണ്, താല്പര്യമില്ല, അതുകൊണ്ട് ഇത് കോംപ്രമൈസ് ആക്കാമെന്ന് പറഞ്ഞു. FIR ഇടാൻ വേണ്ടി വിളിച്ചിട്ട് മൊഴി കൊടുത്തതിൻ്റെ ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ ഇത്തരം പ്രവൃത്തികളെല്ലാം ഷൈജു അബ്ബാസ് പണം നൽകി സ്വാധീനിച്ചിട്ടുള്ളതിനാലാണ്. പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാത്തതിനാൽ അഞ്ജു അഷ്റഫ് കേരള മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. ഷൈജു അബ്ബാസിന്റെ ഇരയായവർ ആവശ്യപ്പെടുന്നത് കേരള മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ED, CBI എന്നിവരെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണം എന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് എക്സ്പ്രസ് വാർത്ത.